ഇത് രണ്ടിങ്ങനെ ഒരുമിച്ച് പിടിക്കുക. ഒരുമിച്ച് പിടിച്ച് നമ്മളിങ്ങനെ ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ വലിച്ചു പിടിക്കുക. പുരുഷന്മാർ ഉംറയുടെയും ഹജ്ജിന്റെയും ഇഹ്റാമിലേക്ക് പ്രവേശിക്കുമ്പോൾ അവർ ധരിക്കേണ്ട വസ്ത്ര രീതി, ഇഹ്റാമിന്റെ വസ്ത്രം എന്ന് നമ്മൾ സാധാരണ പറയാറുണ്ട്. അത് ഏറ്റവും ലളിതമായി, ഏറ്റവും അനുയോജ്യമായ നിലക്ക് എങ്ങനെ നമുക്കത് ധരിക്കാം എന്ന ഒരു കാര്യമാണ് ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. ഉംറയുടെ ഇഹ്റാമിലേക്ക് പ്രവേശിച്ച പുരുഷൻ, അവന് തലമറയ്ക്കൽ അനുവദനീയമല്ല, മുഖം മറയ്ക്കൽ അനുവദനീയമല്ല, തുന്നി കൂട്ടിയ വസ്ത്രങ്ങൾ ധരിക്കൽ അനുവദനീയമല്ല. അപ്പോൾ രണ്ട് വസ്ത്രമായിരിക്കും ഒരു പുരുഷന് ഇഹ്റാമിലായിരിക്കുന്ന സമയത്ത് ഉണ്ടാവുക. ഒന്ന് മുണ്ട് ഉണ്ടാകും, മേൽമുണ്ട്, മേലെ മറയ്ക്കുന്ന ഒരു മുണ്ട്. ഇങ്ങനെ ഈ രണ്ട് വസ്ത്രമായിരിക്കും. അതെങ്ങനെയാണ് ധരിക്കേണ്ടത് എന്നാണ് ഇൻഷാ അള്ളാഹ് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യമായി നമ്മൾ ഇഹ്റാമിന്റെ തുണി വാങ്ങിക്കുമ്പോൾ നന്നായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നല്ല വലിപ്പമുള്ള അഥവാ വളരെ സുന്ദരമായി നടക്കാനും ഔറത്ത് പുറത്ത് കാണാത്ത രൂപത്തിൽ മറയുന്ന, ഓരോരുത്തരുടെയും സൈസിനനുസരിച്ച് വലിപ്പമുള്ള ഇഹ്റാമിന്റെ തുണി വാങ്ങിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇഹ്റാമിന്റെ തുണി നമ്മൾ കടയിൽ ചെന്ന് വാങ്ങുകയാണെങ്കിലും, ഇനി അതല്ല ആരെങ്കിലും നമുക്ക് നൽകുകയാണെങ്കിലും, അത് ഒന്ന് പരിശോധിക്കുന്നത് നല്ലതാണ്. പലർക്കും അബദ്ധം പറ്റാറുണ്ട്. ചിലപ്പോൾ എയർപോർട്ടിൽ എത്തിയിട്ടായിരിക്കാം ഇഹ്റാമിന്റെ വസ്ത്രം മാറുക, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ഇഹ്റാമിന്റെ വസ്ത്രം മാറി ഇറങ്ങുന്നവരുണ്ട്. ആ സമയത്ത് അത് ധരിച്ചു നോക്കുമ്പോൾ ചിലർക്ക് പാകമാകാതെ വരും. ചിലപ്പോൾ ആവശ്യത്തിലധികം വലിപ്പമുള്ളതൊക്കെ ആയിരിക്കും. അപ്പൊ അങ്ങനെയുള്ള പ്രയാസങ്ങളൊക്കെ ഉംറയ്ക്ക് വേണ്ടി പോകാൻ ഒരുങ്ങുന്ന സമയത്ത് കാണുമ്പോൾ അത് മാറ്റിയെടുക്കാനൊക്കെ വലിയ പ്രയാസം ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് നമ്മൾ വാങ്ങിക്കുമ്പോൾ തന്നെ നമ്മുടെ സൈസിന് യോജിക്കുന്ന ഒരു ഇഹ്റാമിന്റെ തുണി വാങ്ങിക്കാൻ ശ്രദ്ധിക്കുക. അത്യാവശ്യം ഒരു കനമുള്ള തുണി വാങ്ങിക്കുക. നമ്മുടെ തൊലിയുടെ നിറം കാണാത്ത രൂപത്തിൽ. നമ്മൾ ഈ രണ്ട് തുണിയാണല്ലോ ഉണ്ടാകുക. അപ്പൊ ചിലപ്പോൾ ശരീരം വിയർക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇതിലേക്ക് വിയർപ്പാകുന്ന സമയത്ത് നമ്മുടെ ശരീരഭാഗങ്ങൾ പുറത്ത്, അതിന്റെ തൊലിയുടെ നിറം പുറത്ത് കാണാത്ത രൂപത്തിൽ വരുന്ന അല്പം കട്ടിയുള്ള ഒരു ഇഹ്റാമിന്റെ തുണി വാങ്ങിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. ഇതിന്റെ സൈസ് നമ്മൾ നോക്കേണ്ടത് നമ്മുടെ പൊക്കിളിന്റെ മുകളിലേക്ക് വരുന്ന രൂപത്തിൽ ഇങ്ങനെ വെച്ച് നോക്കിയാൽ നിര്യാണിയോളം എത്തുന്ന അളവിലുള്ള ഒരു തുണിയാണോ നമ്മൾ മുണ്ടായി ഉപയോഗിക്കുന്ന വസ്ത്രമെന്ന് നമ്മളൊന്ന് പരിശോധിക്കുക. പരിശോധിച്ചതിന് ശേഷം നമ്മൾ ഇഹ്റാമിന്റെ തുണി വാങ്ങിക്കാൻ ശ്രദ്ധിക്കുക. മേലെ ഇടുന്ന മേൽമുണ്ട് ഇങ്ങനെ നമ്മൾ ഇട്ടാൽ ഈ ഭാഗത്ത് നമുക്കിങ്ങനെ വെക്കാൻ പറ്റുന്ന രൂപത്തിൽ ആവുന്നത് ശ്രദ്ധിക്കുക. കാരണം നിസ്കരിക്കുന്ന സമയത്തൊക്കെ പൂർണ്ണമായും നമ്മൾ മറച്ചുകൊണ്ടായിരിക്കണം നിസ്കരിക്കേണ്ടത്. ഇഹ്റാം തുണി നാം ധരിക്കുന്നതിന് മുമ്പ് അത് സുഗന്ധം പൂശൽ പ്രത്യേകം സുന്നത്താണ്. അപ്പൊ ഒരു അത്തർ എടുത്ത്, നമ്മളിപ്പോൾ ഇഹ്റാമിന്റെ വസ്ത്രം ധരിച്ചിട്ടില്ല, വസ്ത്രം ധരിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഒരു അത്തർ എടുത്ത് ആ അത്തർ നമ്മുടെ കയ്യിലാക്കിയിട്ട് നന്നായിട്ടൊന്ന് തേച്ച് ഈ ഇഹ്റാമിന്റെ തുണിയിലേക്കൊക്കെ എന്ത് ചെയ്യുക, ഒന്നിങ്ങനെ തേച്ചു കൊടുക്കുക. രണ്ട് തുണിയിലേക്കും തേച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇഹ്റാമിന്റെ വസ്ത്രം എങ്ങനെയാണ് വളരെ സിമ്പിളായി, ലളിതമായി, എന്നാൽ ഏറ്റവും അനുയോജ്യമായ രീതിയിൽ, ഔറത്തൊന്നും പുറത്ത് കാണാത്ത രൂപത്തിൽ വളരെ ലളിതമായി എങ്ങനെ നമുക്ക് ഇഹ്റാമിന്റെ വസ്ത്രം ധരിക്കാം, അതിന്റെ മുണ്ട് എങ്ങനെ ധരിക്കാം എന്ന് നമുക്ക് നോക്കാം. തുണി എടുക്കുന്നു. എന്നിട്ട് ഈ തുണിയുടെ രണ്ട് തല, ഈ തലപ്പ്, ഈ ഭാഗം, ഇത് രണ്ടിങ്ങനെ ഒരുമിച്ച് പിടിക്കുക. ഒരുമിച്ച് പിടിച്ച് നമ്മളിങ്ങനെ ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ വലിച്ചു പിടിക്കുക. ഇങ്ങനെ ഇടത് ഭാഗത്തേക്ക് ഇങ്ങനെ വലിച്ചു പിടിക്കുക. എന്നിട്ട് ഈ ഒരു ഭാഗം അഥവാ ഈ ഒരു പോർഷൻ നമ്മളിങ്ങനെ ഒന്ന് വലിച്ച് ഉള്ളിലേക്ക് ഒന്ന് ടൈറ്റ് ആക്കുക. ഈ ഒരു ഭാഗം ഇങ്ങനെ ഒന്ന് മടക്കുക. എന്നിട്ട് ഈ രണ്ട് ഭാഗം കൂടെ കൂട്ടിപ്പിടിച്ച് ഒന്നിങ്ങനെ മടക്കി വെക്കുക. ഒരു 2-3 മടക്ക് നമ്മളിങ്ങനെ മടക്കി കഴിഞ്ഞാൽ ഒരു കാറ്റടിച്ചാലും ഔറത്ത് പുറത്ത് കാണൂല. നടക്കാനും നല്ലൊരു എളുപ്പം ഉണ്ടാകും. നടക്കാനും വലിയ പ്രയാസം ഉണ്ടാവില്ല. എത്രത്തോളം ബെൽറ്റ് പോലും നമുക്ക് ആവശ്യം വരില്ല. എളുപ്പത്തിൽ നമുക്കിങ്ങനെ ഉംറയുടെ അല്ലെങ്കിൽ ഹജ്ജിന്റെ ഇഹ്റാമിന്റെ വസ്ത്രം നമുക്ക് ഈ രൂപത്തിൽ പുരുഷന്മാർക്ക് ഉടുക്കാവുന്നതാണ്. ഇനി ഉംറക്ക് പോകുന്ന അല്ലെങ്കിൽ ഹജ്ജിന് പോകുന്ന ആളുകൾ നേരത്തെ നമ്മൾ വീട്ടിൽ 1-2 മുണ്ടുകൾ ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും നമ്മുടെ വീട്ടിലുള്ള പഴയ മുണ്ടുകൾ ഉപയോഗിച്ച് ഇങ്ങനെ ഒരു പ്രാക്ടീസ് ചെയ്തിട്ട് നമുക്ക് പോയാൽ ഇഹ്റാമിന്റെ വസ്ത്രം ധരിക്കുന്ന സമയത്ത് നമുക്കത് വളരെ എളുപ്പത്തിൽ തന്നെ
നമുക്ക് ഈ രൂപത്തിൽ കൊടുക്കാൻ കഴിയുന്നതാണ്. ഇങ്ങനെ ആകുമ്പോൾ ഒരു പ്രധാനപ്പെട്ട ഗുണം, നമുക്ക് ഔറത്ത് ഒരു കാരണവശാലും പുറത്ത് കാണൂല, നടക്കാനും നല്ല എളുപ്പമായിരിക്കും എന്നതാണ് ഈ ഒരു രീതി സ്വീകരിച്ചാലുള്ളൊരു ഗുണം. അതിനുശേഷം നമ്മൾ മേൽമുണ്ടെടുത്ത് നമ്മളിങ്ങനെ പുരുഷനാകുമ്പോൾ തൊപ്പി ധരിക്കാൻ പറ്റൂല, തലപ്പാവ് ധരിക്കാൻ പാടില്ല, അണ്ടർ ഗാർമെന്റ്സ് അണ്ടർവെയർസ് അത് ധരിക്കാൻ പാടില്ല. നമ്മുടെ പാസ്പോർട്ടും അതേ രൂപത്തിൽ നമ്മുടെ ടിക്കറ്റും ക്യാഷും ഇതൊക്കെ സൂക്ഷിക്കാൻ ആവശ്യമായ ഒരു സിബുള്ള ഒരു ബെൽറ്റ്, ആ ബെൽറ്റ് ഉപയോഗിക്കുന്നതിന് വിരോധമില്ല. ആ ആവശ്യത്തിന് വേണ്ടി ബെൽറ്റ് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്കൊക്കെ ഉപകാരപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. മറ്റുള്ളവരിലേക്കും ഇത് ഷെയർ ചെയ്തു കൊടുക്കുക. ഉംറയുമായി ബന്ധപ്പെട്ട, ഹജ്ജുമായി ബന്ധപ്പെട്ട പ്രധാന വിഷയങ്ങൾ ഇൻഷാ അല്ലാഹ് നമ്മുടെ വരുന്ന വീഡിയോകളിൽ ഇൻഷാ അല്ലാഹ് നമ്മൾ പറയുന്നതായിരിക്കും. എല്ലാവരും പഠിക്കുകയും മനസ്സിലാക്കുകയും മറ്റുള്ളവരിലേക്ക് ഇത് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുക. അള്ളാഹു നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ കബൂൽ ചെയ്യുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.